തമിഴ്നാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയിലെ ആര് മത്സരിക്കുമെന്നതിൽ ആശയക്കുഴപ്പം. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന EVKS ഇളങ്കോവന്റെ മരണത്തെ തുടർന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസ് തയ്യാറല്ല. സീറ്റ് DMK ഏറ്റെടുക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളിൽ ആരൊക്കെ പോരിനിറങ്ങൂ എന്നതിലും തീരുമാനമായില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് ഈറോഡ് ഈസ്റ്റ് മണ്ഡലം ഒരുങ്ങുന്നത്. അന്ന് DMK മുന്നണിയുടെ ഭാഗമായി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച തിരുമകൻ ഇവര 2023 മരിച്ചു. ഉപതെരഞ്ഞെടുപ്പിന് കളത്തിലിറങ്ങിയത് പിതാവും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ EVKS ഇളങ്കോവൻ. റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇളങ്കോവൻ ജയിച്ചത്. ഒരു മാസം മുൻപുണ്ടായ ഇളങ്കോവന്റെ മരണമാണ് ഈറോഡിലെ വോട്ടർമാരെ വീണ്ടും പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത്. ഇന്ത്യ മുന്നണിക്ക് ഉറച്ച വിജയപ്രതീക്ഷയുള്ള മണ്ഡലത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയെങ്കിലും തങ്ങൾ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് കഴിയുന്നില്ല. We are consulted with our Honorable AICC High Command and as well as our Honorable Chief Minister. Honorable Chief Minister Anand Stalin, he is the chief of the Tamil Nadu India Alliance, our team. We will discuss and we will deliver very shortly. കേന്ദ്ര നേതൃത്വത്തിന്റെ അവസ്ഥയും മറിച്ചല്ല. It doesn't look good for us to just do one-sided statement. Even if we are contesting, we speak to them and then announce it all together, no? എടുത്തുകാട്ടാൻ മണ്ഡലത്തിൽ പ്രമുഖരില്ലാത്തതാണ് കോൺഗ്രസിന്റെ പ്രധാന പ്രശ്നം. EVKS ഇളങ്കോവന്റെ ഇളയ മകൻ സഞ്ജയ് സമ്പത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ താൽപര്യം. എന്നാൽ സീറ്റ് DMK ഏറ്റെടുക്കണമെന്ന് DMK പ്രവർത്തകർ മുഖ്യമന്ത്രി MK സ്റ്റാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നാണ് സ്റ്റാലിന്റെ നിലപാട്. പ്രതിപക്ഷ പാർട്ടികളിൽ BJP ഒഴികെ ആരൊക്കെ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ടില്ല. വിജയുടെ TVK മത്സരരംഗത്തുണ്ടാകാൻ സാധ്യതയില്ല. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ.